ഹായ് ഗൈസ്, സാബ്സ് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹെൽമറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഹെൽമറ്റ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ റിവ്യൂവുമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിനി ഹെൽമറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ആക്സറിൻ്റെ സ്ട്രീറ്റ് ഫ്രീഡം എന്ന സീരീസിലൊരു ഹെൽമെറ്റാണ്. അപ്പോൾ നമുക്കതിനി അൺബോക്സ് ചെയ്യാം. ഹെൽമറ്റ് ഒരു കിഡിലം ബാഗിലൊക്കെയാണ് വന്നിരിക്കുന്ന. ആക്സറിൻ്റെ സിമ്പലും കാണാം, ആക്സറിൻ്റെ റൈറ്റിംഗ് എഴുതിക്കുന്നതും കാണാം, അതിൻ്റെ എംബ്ലവും കാണാം. ഇനി നമുക്ക് ഈ ബാഗിൽ നിന്നും ഈ ഹെൽമറ്റ് നമുക്ക് നോക്കാം. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ആക്സറിൻ്റെ സ്ട്രീറ്റ് ഫ്രീഡം ബ്ലാക്ക് ആൻഡ് റെഡ് സീരീസ് ഇവിടെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോവാം. ഫീച്ചേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് വൈസറാണ്. വൈസറിൽ നമ്മുടെ ആൻറ്റി ഫോഗും സ്ക്രാച്ച് റെസിസ്റ്റൻറ്റുമാണ് വരുന്നത്. പിന്നെ മേളിലോട്ട് പോകുമ്പോൾ ഇവിടെ ആക്സറിൻ്റെ ഒരു 3D ലോഗോയും കാണാം. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് വെൻറ്റിലേഷൻ, എയർ വെൻറ്റിലേഷനും കാണാം. പിന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ സ്പോയിലറുമുണ്ട്, സ്പോയിലർ. പിന്നെ അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഡോട്ട് സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്, ISI വരുന്നുണ്ട്, EC. ഡോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അമേരിക്കൻ സർട്ടിഫിക്കേഷനും, EC എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറോപ്പും, ISI നമ്മുടെ ഇന്ത്യൻ സർട്ടിഫിക്കേഷനുമാണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ 2 വെൻറ്റിലേഷനും പിന്നെ ഫ്രണ്ടിൽ വരുന്നതും എയർ വെൻറ്റിലേഷനുമാണ്. ഇനി ഇതിൻ്റെ ഇന്നർ ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇന്നർ വൈസർ വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചും ഇവിടെയാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഇതിങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ ഒരു ഇന്നർ വൈസറും കാണാം. അടുത്തത് ഇനി ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഡി റിംഗ് ലോക്കാണ് ഇവിടെ വരുന്നത്. സാധാ ക്ലിപ്പ് ലോക്കല്ല. ഇപ്പോൾ വരുന്ന മിക്ക പ്രീമിയം ആയിട്ടുള്ള ഹെൽമെറ്റ്സിലും ഈ ഡബിൾ ഡി റിംഗ് ലോക്കാണ് വരുന്നത്. ഇത് ഏകദേശം നല്ല സേഫ്റ്റിയാണ്, നമ്മുടെ ക്ലിപ്പ് ലോക്കിനെ കാട്ടി നല്ല സേഫ്റ്റിയാണ് ഇത് തരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചിൻ കർട്ടൻ, നമ്മൾ ഇങ്ങനെ പൊടി പിടിച്ച സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ അകത്ത്, അതായത് ഹെൽമെറ്റ് വച്ച സമയത്ത് നമുക്ക് അകത്ത് പൊടി കയറാൻ ഇത് ഏകദേശം റെസിസ്റ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ കുഷൻസ് എന്ന് പറയുമ്പോൾ നല്ല പക്ക ക്വാളിറ്റി കുഷൻസും വരുന്നുണ്ട്. ഇവിടെ ഒരു ലെതർ ഇതായിട്ടും വരുന്നുണ്ട്, ഒരു ലെതർ കോട്ടിങ്ങും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുഷൻസ് വാഷബിളുമാണ്, നമുക്ക് ഇളക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാനും പറ്റും. ഇതിൻ്റെ അഡീഷണൽ ഫീച്ചറായി ഒരു ഇൻ്റർകോമും ഫിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ഹെൽമെറ്റ് നൽകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സും ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ആക്സർ എന്ന് എഴുതിയിരിക്കുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും, കുറച്ച് റിഫ്ലക്റ്റേഴ്സും, കുറച്ച് ബ്ലഡ് ഗ്രൂപ്പ്സ് എഴുതിയിരിക്കുന്ന സ്റ്റിക്കേഴ്സും ഇവിടെ ആക്സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്കള്ളി ഷേപ്പും, ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രൈബൽ ഗ്രാഫിക്സുമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ടീത്ത്, പല്ലിൻ്റെ ഷേപ്പല്ല, പല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു ഗ്രാഫിക്സും വരുന്നുണ്ട്. ഇവിടെ ആക്സർ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആക്സറിൻ്റെ സിമ്പലും ആക്സറിന് എഴുതിക്കുന്ന കാണാം, തൂവലും കാണാം. ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല ഷേപ്പിലുള്ള ഗ്രാഫിക്സും കാണാം. മേൽഭാഗത്ത് നോക്കുകയാണെങ്കിലും ഒരു 3-4 തൂവലും കാണാം, അതും നല്ല കിടിലമായിട്ട് പൊളിയായിട്ട് ഇവർ ഗ്രാഫിക്സ് ആക്കിയിട്ടുണ്ട്. സൈഡ് നോക്കുകയാണെങ്കിലും അത് കണക്ക് തന്നെ ആക്സർ എന്ന ഹെൽമെറ്റിൽ നിന്ന് എഴുതിക്കുന്നതും കാണാം, സൈഡിൽ പല്ലിൻ്റെ ഇതും കാണാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കിടിലം എന്ന് വെച്ചാൽ കിടികിടിലം ഒരു ഗ്രാഫിക്സാണ് ഇവർ ആക്സർ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഹെൽമറ്റിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ സ്മാൾ സൈസാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 4,994 ആണ്, 4,994 രൂപയാണ്.
അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഈ പൈസയ്ക്കും ഈ ഹെൽമെറ്റ് വെർത്താണ്, വാല്യൂ ഫോർ മണിയാണ്. പിന്നെ എനിക്ക് ഈ ഡിസൈനും ഈ ഗ്രാഫിക്സും ഈ ഷേപ്പും ഈ കളറും പെരുത്ത് ഇഷ്ടമായി. എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടമായിട്ടാണ് ഈ ഹെൽമെറ്റ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം അതിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്നതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസും കുറച്ച് റിവ്യൂ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.